താങ്ക് യു. ഒരു ബുധനാഴ്ച ദിവസം വൈകുന്നേര സമയം എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് നമ്മൾ ഇന്ന് ഈ സൂം പ്രോഗ്രാമിൽ ഒരുമിച്ചിരിക്കുകയാണ്. ലക്ഷ്യം പരിചയമുള്ള ഒരു സിസ്റ്റത്തിന്റെ ആധികാരികമായിട്ടുള്ള മനസ്സിലാക്കിയെടുക്കൽ. ഒരു സുഹൃത്തോ പരിചയക്കാരനോ ബന്ധുവോ പറഞ്ഞപ്പോ ഒരു പുതിയ സിസ്റ്റം ഒന്ന് പരിചയപ്പെടാൻ, ഈ പരിചയപ്പെട്ട സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിവുകൾ നേടാൻ ഒരു മീറ്റിംഗ് ഹാൾ ഉണ്ട്, ആ മീറ്റിംഗ് ഹാളിൽ ഒന്ന് കയറി നോക്കൂ എന്ന് പറഞ്ഞപ്പോ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ വന്നവർ, ഏതായാലും വ്യത്യസ്തമായ മാനസികാവസ്ഥയാണെങ്കിലും ഇനി വരാൻ പോകുന്ന കുറച്ച് സമയം ഈ മീറ്റിംഗ് ഹാളിലൊക്കെ ഒന്ന് സശ്രദ്ധം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഓരോ സ്ലൈഡുകളും, ഇവിടെ മനസ്സിലാക്കി തരുന്ന ഓരോ വിഷയങ്ങളും ആധികാരികമായി തന്നെ മനസ്സിലാക്കിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ ടെക്നോളജി വുഡ എന്ന് പറയുന്ന ടെക്നോളജിയാണ്, വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ്. വുഡ ടെക്നോളജി ലോകത്തേക്ക് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് 2024 മാർച്ച് 20-നാണ്. അതിനു മുമ്പ് ഇത്തരം ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനോ ഇത്തരം ഒരു ആശയമോ ലോകത്ത് ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ചതുറോഷൻ വിർച്വൽ അസറ്റ് എന്ന് പറയുന്ന ടോവ പ്ലാറ്റ്ഫോമിലൂടെ വലിയ മാറ്റങ്ങളാണ് ലോകത്ത് ട്രേഡിംഗ് രംഗത്ത് നടക്കാൻ പോകുന്നത്. ട്രേഡിംഗ് രംഗം എന്ന് പറയുമ്പോൾ ബൈയും സെല്ലുമാണ് അവിടെ നടക്കുന്ന ഇവന്റുകൾ. വാങ്ങുകയും വിൽക്കുകയും നടക്കണം. ആ വാങ്ങുകയും വിൽക്കുകയും നടക്കുന്ന പ്രോസസ്സിലൂടെ നമുക്ക് പരിചയമുള്ള ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എടുത്ത് പരിശോധിച്ചാലും ഒരുപാട് ഘടകങ്ങൾ വാച്ച് ചെയ്ത് നോക്കാതെ നമുക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റാറില്ല. അതിൽ ന്യൂസുകളുണ്ട്, ട്രെൻഡുകളുണ്ട്, ക്യാൻഡിലുകളുണ്ട്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ട്, ലോക്കൽ പൊളിറ്റിക്സ് ഉണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെല്ലാം വാച്ച് ചെയ്ത് നോക്കിയാലും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും നഷ്ടസാധ്യതകൾ ധാരാളം വരുത്തി വെക്കുന്നു. അതിന്റെ കാരണം പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെയും ഇൻഫ്ലുവൻസിൽ മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സാധ്യതകൾ മാത്രമേ ഇപ്പോൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുള്ളൂ. എന്നാൽ ടോവ എന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ടോവ വിർച്വൽ അസറ്റ്, ടെതറോഷൻ വിർച്വൽ അസറ്റ് ട്രേഡ് ചെയ്യപ്പെടുന്ന പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിൽ ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും ഉണ്ടാകുകയില്ല. എന്നാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, ഏറ്റവും രസകരമായിട്ടുള്ള ന്യൂസോ ട്രെൻഡോ ക്യാൻഡിലോ ഇന്റർനാഷണൽ പൊളിറ്റിക്സോ ഒന്നും തന്നെ ബാധിക്കാത്ത, അതൊന്നും വാച്ച് ചെയ്യേണ്ടാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസ് നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കി തരികയാണ്. www.tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ആധികാരികമായ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ഇക്കോ സിസ്റ്റമാണ് ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ആ ഇക്കോ സിസ്റ്റത്തിന് പവർ ഉണ്ട്. ആ പവർ ഉണ്ടാക്കിയെടുത്തത് 2024 മാർച്ച് 20-ന് ഇവർ സെറ്റ് ചെയ്ത ഒരു അൽഗോരിതത്തെ ബേസ് ചെയ്തിട്ടാണ്. ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. സത്യത്തിൽ ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് ഏത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും ഒരു യൂണിറ്റിന്റെ വില നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ് നമ്പർ. ടെതറോഷന്റെ ലിക്വിഡിറ്റി എത്രയാണോ, ടെതറോഷന്റെ കോയിന്റെ നമ്പർ എത്രയാണോ, ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കണം ടെതറോഷന്റെ പ്രൈസ്. ഇത് തന്നെയാണ് ഒരു ഡിജിറ്റൽ യൂണിറ്റിന്റെ പ്രൈസ് ആയിട്ട് ഉപയോഗിക്കേണ്ട യഥാർത്ഥ മാത്തമാറ്റിക്സ്. പക്ഷെ ഈ മാത്തമാറ്റിക്സ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ടെതറോഷൻ വച്ചു എന്നുള്ളത് ഈ ഇക്കോസിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈ ലിക്വിഡിറ്റി തുടങ്ങുമ്പോൾ 0 ആയിരുന്നു. 2024 മാർച്ച് 20-ന് ഈ സിസ്റ്റം സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് ഡിപ്ലോയ് ചെയ്യപ്പെടുമ്പോൾ, എൻക്രിപ്റ്റഡ് മോഡിൽ ഡിപ്ലോയ് ചെയ്യപ്പെടുമ്പോൾ ലിക്വിഡിറ്റി 0 ആയിരുന്നു. ടെതറോഷന്റെ കോയിന്റെ പ്രൈസ് അന്ന് 0.01 എന്നായിരുന്നു. കോയിൻസ് 0 ആയിരുന്നു. അവിടെ നിന്ന് 4,51,677.135 ലിക്വിഡിറ്റിയിലേക്ക്, അത്രയും USDT ലിക്വിഡിറ്റിയിലേക്ക് ഈ സിസ്റ്റം ഗ്രോ ആയി. 2,24,032.6813 കോയിനിലേക്ക് ഈ സിസ്റ്റത്തിന്റെ കോയിന്റെ എണ്ണവും ഗ്രോച്ച് ആയി. ഇതിനിടയ്ക്ക് വാങ്ങലും വിൽക്കലും നടന്നിട്ടുണ്ട്. വാങ്ങുമ്പോ ലിക്വിഡിറ്റി കൂടും, കോയിന്റെ എണ്ണവും കൂടും. വിൽക്കുമ്പോ കോയിന്റെ എണ്ണം കുറയും, അതിന് ആനുപാതികമായ ലിക്വിഡിറ്റിയും കുറയും. പക്ഷെ വാങ്ങുമ്പോൾ കയറുന്ന ഫണ്ട് കൊടുക്കുന്ന എമൗണ്ടിന്റെ 52%. പകരം 35% വരെയുള്ള യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ.
അപ്പൊ 52%-ലേക്ക് 35% യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 17% എക്സ്ട്രാ ഫണ്ട് അവിടെ കയറുന്നുണ്ട്. ആ ഫണ്ട് കൊണ്ടാണ് ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടാൻ കാരണം കോയിന്റെ എണ്ണത്തിൽ കൂടുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ടിനുള്ള ലിക്വിഡിറ്റിയിൽ കയറുന്നു. അതുകൊണ്ട് ഇത് വില കൂടുന്നു. വിൽക്കുമ്പോ എത്ര യൂണിറ്റുകളാണോ വിറ്റത് അത്രയും യൂണിറ്റ് ബേൺ ചെയ്ത് കളയുന്നു, സിസ്റ്റത്തിൽ നിന്ന് മൈനസ് ആയി പോകുന്നു. സോ ആ ബേണിംഗ് പ്രോസസ്സിലൂടെ ലിക്വിഡിറ്റിയിൽ നിന്ന് 90% പേ ഔട്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോ ലിക്വിഡിറ്റി നിന്ന് കുറയുന്നത് 90%, കോയിന്റെ എണ്ണത്തിൽ നിന്ന് കുറയുന്നത് 100%. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിലക്കയറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ 4,51,677.135 ലിക്വിഡിറ്റി ഉള്ളപ്പോ സിസ്റ്റത്തിന്റെ പ്രൈസ് $2.01 അപ്പൊ $0.01 നിന്ന് $2.01 വില കൂടിയെന്ന് പറയുമ്പോൾ $2 വലിപ്പം 20,000% ഗ്രോത്ത് ഈ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പോ ഈ സിസ്റ്റത്തിൽ 2025 മാർച്ച് 18 ടോവ അസറ്റ് പ്ലാറ്റ്ഫോം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ മാർക്കറ്റ് പ്ലേസും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ടോവ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2024-25 മാർച്ച് 18 ചതുരശ്രന്റെ പ്രൈസ് 0.24 എന്നായിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് 2024 സിസ്റ്റം നമുക്ക് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി പ്രകാരം 0.01 തുടങ്ങിയ സിസ്റ്റം 2025 മാർച്ച് 18 എത്തിയപ്പോ 0.24 എത്തിയെന്ന് പറയുമ്പോൾ 2025 മാർച്ച് 18 0.24 നിന്ന് ഇപ്പൊ 2025 ജൂൺ മാസം 4 എത്തുമ്പോ 2.01 വളർന്നു എന്ന് പറയുമ്പോ എത്രമാത്രം ഗ്രോത്ത് സ്പീഡാണ് അവിടെ സംഭവിച്ചത്. സോ 2.01 പ്രൈസ് മാറിയപ്പോ ടോവയുടെ പ്രൈസ് 10.05 ആയി. 2025 മാർച്ച് 18 0.24 എന്ന് പറഞ്ഞാൽ $1.2 ആയിരുന്നു. അപ്പൊ $1.2 $10 വില കൂടി. സോ ടോട്ടൽ ചേഞ്ച്, അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഗ്രോത്ത് ഈ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് റീസൺ? ഒരേ ഒരു റീസൺ ആണ്. ടോവ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് ആര് ബൈ ചെയ്താലും അതിന്റെ 20% ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടും. 2 ലക്ഷം USDT സെയില് ഇന്ന് ടോവ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നടന്നാൽ, ഒരാഴ്ച കൊണ്ട് നടന്നാൽ, ഒരു മാസം കൊണ്ട് നടന്നാൽ, ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ നടന്നാൽ ഉറപ്പായിട്ടും അതിന് 20% 40,000 USDT ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെടും. സോ പ്രസന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അത്തരമൊരു 40,000 USDT ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെട്ടാൽ 4,91,677 USDT ആയിട്ട് ലിക്വിഡിറ്റി മാറും. പകരം യൂണിറ്റിന്റെ എണ്ണത്തിൽ യാതൊരു മാറ്റവുമില്ല. കാരണം ചതുരോഷിന്റെ പ്ലാറ്റ്ഫോമിൽ മാത്രമേ ബൈ നടക്കുമ്പോൾ യൂണിറ്റിന്റെ എണ്ണം മാറുകയുള്ളൂ. സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബൈ നടന്നാൽ യൂണിറ്റിന്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകില്ല. സ്വാഭാവികമായിട്ടും പ്രൈസ് 2.01 നിന്ന് 2.19 ആയിട്ട് കൂടും. സോ 10.97 ആയിട്ട് വിലയും വർദ്ധിച്ചു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സമയത്ത് 10.05 വാങ്ങിയ ഒരാൾക്ക് നല്ല ലാഭത്തിൽ വിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് സിസ്റ്റം മാറുകയാണ്. $2 ലക്ഷം ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു $100 വെച്ച് 2000 ആൾക്കാർ ബൈ ചെയ്താൽ മതി. 2000 ആൾക്കാർ $100 ബൈ ചെയ്താൽ $2 ലക്ഷം ബിസിനസ് ആയി. ഈ തോതിലേക്ക് ബിസിനസ് നടക്കുന്നത് എപ്പോഴാണ്? ഈ സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ്. ഈ സിസ്റ്റത്തിൽ വരുന്ന ഒരാൾക്ക് ഒരു പ്രൈമറി ഗോളേ ഉള്ളൂ. ഈ സിസ്റ്റത്തിന്റെ ബേസ് പ്ലാറ്റ്ഫോമായ ടെതറോഷനിൽ $20 കൊണ്ട് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ബൈ ചെയ്യണം. ഒപ്പം ടോവ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു എമൗണ്ട് കൊണ്ട് വാങ്ങണം. $1000 കൊണ്ട് വാങ്ങുന്നു എന്ന് ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്. ഒപ്പം മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ട്രേഡ് നടത്തണം, ഒരു $3000 കൊണ്ട് ഇമാജിൻ ചെയ്യുന്നു. സോ ഒരു $4020. ഈ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഗ്യാസ് ഫീ ആയിട്ട് ഒരു $5. അങ്ങനെ $4025 കൊടുത്ത് ഒരാൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതായിട്ട് ഞാൻ സങ്കല്പിക്കുന്നു. എങ്കിൽ ഇത്രയും പ്രോസസ് നടക്കുമ്പോൾ ഈ പ്രോസസ്സിലൂടെ സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? $20 രജിസ്റ്റർ ചെയ്തപ്പോൾ 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു, $10.4. $1000 കൊണ്ട് ടോവയിൽ ബൈ ചെയ്യപ്പെട്ടപ്പോ അതിന്റെ 20% $200 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. മാർക്കറ്റ് പ്ലേസിൽ ബൈ ചെയ്തത് $3000, അതിന്റെ 1% $30,000. 3000ന്റെ 1% $30,000. ഇത്രയും ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് ആഡ് ചെയ്യപ്പെട്ടപ്പോ അത്രയും ഗ്രോത്ത് ഈ സിസ്റ്റത്തിൽ സംഭവിച്ചു.
ആ ഗ്രോത്ത് ആർക്കെല്ലാം സംഭവിച്ചത്? ഈ വാങ്ങൽ പ്രക്രിയയിലൂടെ ബാക്കിയുള്ള എല്ലാവരുടെയും കയ്യിലുള്ള ജെതറോഷൻ യൂണിറ്റിന്റെയും ടോവ യൂണിറ്റിന്റെയും വില കൂടി, ലാഭത്തിലേക്ക് എല്ലാവരും കുതിക്കുന്നു. ഒരിക്കലും വില കുറയാത്തൊരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമായിട്ട് സിസ്റ്റം മാറുകയാണ്. നോക്കൂ, ഈ ഒരു പ്രോസസ്, ഒരാൾ ചെയ്ത ആ പ്രോസസ് 1000 ആൾക്കാർ ചെയ്യുന്ന രൂപത്തിലേക്ക് സിസ്റ്റം മാറുമ്പോൾ അത് എത്ര നാൾ കാത്തിരിക്കണം? ഒരുപക്ഷെ നാളെ തന്നെ സംഭവിച്ചേക്കാം, ഒരുപക്ഷെ 1 മാസം കഴിഞ്ഞ് സംഭവിച്ചേക്കാം, ചിലപ്പോൾ 1 വർഷം കൊണ്ടായിരിക്കും സംഭവിക്കുക. എത്ര സ്പീഡിൽ നടക്കുന്നോ അത്രയും സ്പീഡിൽ ഇതിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാകും, അത്രയും സ്പീഡിൽ ഈ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. സോ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ ഈ സിസ്റ്റത്തിലുള്ള കമ്മ്യൂണിറ്റി മാത്രം വിചാരിച്ചാൽ മതി. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരാൾ $20 രജിസ്റ്റർ ചെയ്യുന്നത് പോലെ 1000 ആൾക്കാർ $20 രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ 1000 പുതിയ ഐഡീസ് രജിസ്റ്റർ ചെയ്യപ്പെടും, $20,000 ടേൺ ഓവർ നടക്കും. അതിന്റെ 52% $10,400 ലിക്വിഡിറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടും. നോക്കൂ, മാറ്റം സംഭവിക്കുകയാണ്. 10,400 ലിക്വിഡിറ്റിയിൽ ആഡ് ചെയ്യപ്പെട്ടാൽ ലിക്വിഡിറ്റി കൂടി, പോയിന്റ് എണ്ണത്തിൽ മാറ്റമില്ല, പ്രൈസ് മാറി, ലാഭത്തിലേക്ക് കുതിക്കുകയാണ് ആൾക്കാർ. $1000 കൊണ്ട് ഒരു വാങ്ങുമ്പോ, അത്തരത്തിൽ 1000 ആൾക്കാർ വാങ്ങുമ്പോ $10 ലക്ഷം ടേൺ ഓവർ നടക്കും. അതിന്റെ 20% $2 ലക്ഷം ലിക്വിഡിറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടും. ലിക്വിഡിറ്റി ജമ്പ് ചെയ്യുകയാണ്. ആ ജമ്പിങ്ങിൽ പ്രൈസ് ജമ്പിങ് നടക്കുന്നു, പ്രോഫിറ്റ് കിട്ടുന്നു. 1000 ആളുകൾ $1000 കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ പർച്ചേസ് ചെയ്താൽ $10 ലക്ഷം ടേൺ ഓവർ മാർക്കറ്റ് പ്ലേസിൽ നടക്കും. അതിന്റെ 1% $10,000, അതിന്റെ 20% $2,000 അപ്പടി ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടും. സോ ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ നടന്നപ്പോഴത്തേക്കും, ഏറ്റവും മിനിമം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ട്രാൻസാക്ഷൻ ഒരാൾ ചെയ്തപ്പോഴത്തേക്കും $2,12,400 ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രൈസ് ഹൈക്കാണ് കാണുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് വെറും $40,000 കയറിയപ്പോൾ അവസ്ഥ നമ്മൾ കണ്ടു. അപ്പൊ $2,12,400 കയറുമ്പോഴോ വലിയ ഇമ്പാക്ട് ഈ സിസ്റ്റത്തിൽ സംഭവിക്കാനുണ്ട്. അത്രമൊരു ഇമ്പാക്ട് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കും, ഈ സിസ്റ്റത്തിന് ടോട്ടൽ നെറ്റ്വർക്കിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ മാറ്റങ്ങളെല്ലാം ഈ അടുത്ത സമയത്ത് സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഈ 1:3 എന്ന അനുപാതം, $1,000 $3,000 എന്ന് പറയുന്നത് ഒരു 1:3 അനുപാതമാണ്. ഈ അനുപാതം സിസ്റ്റം ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു. മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആക്കിയ 2025 മാർച്ച് 18 ഈ സിസ്റ്റം പറഞ്ഞതും ഇതേ അനുപാതത്തെ കുറിച്ചാണ്. ഈ അനുപാതത്തിൽ ട്രേഡ് ചെയ്ത് വലിയ വിജയങ്ങൾ ഉണ്ടാക്കൂ എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. പക്ഷെ പലപ്പോഴും അതിന്റെ അനുപാതം കീപ്പ് ചെയ്യുന്നതിൽ ടീം മെമ്പേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടാകാം. പല ടീമും കൃത്യമായിട്ട് അത് പ്രൊമോട്ട് ചെയ്തു, ചില ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഇന്നൊരു സുഹൃത്ത് ഫോണിലൂടെ വിളിക്കുകയാണ്, തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സർ, എൻ്റെ അടുത്ത് ഒരു ശക്തമായ ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ലീഡർ ഉണ്ട്. ആ ലീഡർ ഒന്ന് സംസാരിക്കണം, ഒരു മോട്ടിവേഷൻ കൊടുക്കണം. ഈ ലീഡറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, ആ ലീഡർ പറയുന്നത് 1 ലക്ഷം രൂപ കൊടുത്താൽ 1,30,000 രൂപ 15 ദിവസം കൊണ്ടാണ് കിട്ടുമെന്ന് പറയുന്നു. സിസ്റ്റം എങ്ങനെ ഇത് കൊടുക്കും? 1,30,000 രൂപ കിട്ടുമെന്ന് പറയുമ്പോൾ കേവലം ഒരു 100 എൻട്രികൾ വന്നാൽ ഈ 100 പേർക്ക് എമൗണ്ട് എങ്ങനെ കൊടുക്കും? ലീഡറുടെ ചോദ്യം അങ്ങനെയാണ്. അതിനർത്ഥം ഈ സിസ്റ്റം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ അവിടെ ഒരു പരാജയം സംഭവിച്ചു എന്നുള്ളതാണ്. ആ പരാജയത്തിന്റെ തോത് അത് വർദ്ധിപ്പിക്കാതിരിക്കണമെങ്കിൽ സിസ്റ്റത്തിൻ്റെതായ ഒരു ഐഡിയോളജി ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. സിസ്റ്റം തുടക്കത്തിലെ പറഞ്ഞ ഐഡിയോളജി 1:3 ആണെങ്കിൽ ആ 1:3 കൃത്യമായിട്ട് പാലിക്കുന്ന രൂപത്തിലേക്ക് സിസ്റ്റം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. സോ 2025 ഈ സിസ്റ്റത്തിലൂടെ ഒരു ബുൾ റണ്ണിനുള്ള കാലഘട്ടമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ബുൾ റൺ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യാനുണ്ട്? ഒന്ന്, ഈ സിസ്റ്റത്തിന്റെ ബേസിക് മാത്തമാറ്റിക്സ് പഠിക്കണം. ലിക്വിഡിറ്റി കോയിൻ അനുപാതത്തിലൂടെ എങ്ങനെയാണ് പ്രൈസ് ഹൈക്ക് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഈ പ്ലാൻ കാണിച്ചു തന്ന, ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വീണ്ടും സമീപിക്കാം. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോം കണ്ട് ലിക്വിഡിറ്റി കോയിൻ അനുപാതത്തിൽ എങ്ങനെയാണ് പ്രൈസ് വേരിയേഷൻ വരുന്നത്, ആ പ്രൈസ് വേരിയേഷൻ എങ്ങനെയാണ് വിലയിൽ മാറ്റം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ലാഭം ലഭിക്കുന്നത്, 30% ലാഭത്തിൽ എങ്ങനെ സെല്ല് ചെയ്യാൻ സാധിക്കും, ഇത് മനസ്സിലാക്കി നിങ്ങൾ ഈ സിസ്റ്റത്തിൽ കടന്നു വന്നാൽ നിങ്ങളുടെ ലൈഫിൽ ബുൾ റൺ മാത്രമേ ഉണ്ടാകൂ. ഒരു ഭയവുമില്ലാതെ ചങ്കൂറ്റത്തോടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തരുന്നു. അതോടൊപ്പം
ഈ ഒരു മാസം, ജൂൺ മാസം, വളരെ മനോഹരമായ ട്രിപ്പുകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാസവുമാണ്. $1000 കൊണ്ട് സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് $3000 മാർക്കറ്റ് പ്ലേസിൽ നിന്നും വാങ്ങാൻ തയ്യാറുള്ള ഒരാൾക്ക് സിസ്റ്റം പൂൾ 1-ൽ 4 പോയിന്റ് ഏൺ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ലക്കി ഡ്രോയിങ് കൊടുക്കുന്നുണ്ട്. പൂൾ 1-ൽ 4 പോയിന്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഒരു പോയിന്റിന്റെ വില $6 ആയിരുന്നു. സോ 4 പോയിന്റ് നേടുമ്പോൾ $24 അവിടെ നേടാൻ പറ്റിയെന്ന അവസരം. അങ്ങനെ ഒരു മാസത്തിൽ എത്ര ടേൺ ഓവർ ചെയ്യാൻ സാധിക്കും? അത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. 250-750 റേഷ്യോ ഒരു പോയിന്റ് ആണ്. അത്തരത്തിൽ പോയിന്റുകൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ 1000-3000 റേഷ്യോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ടേൺ ഓവറിൽ നിന്നും എക്സ്ട്രാ ലക്കി ഡ്രോ കൂപ്പണുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 50% വിന്നേഴ്സിന് അതിൽ സെലക്ട് ചെയ്യപ്പെടും. അതിൽ ആദ്യത്തെ 25%-ന് ഇന്റർനാഷണൽ ട്രിപ്പാണ് വിത്ത് എയർ ടിക്കറ്റ്. 25% ആളുകൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പാണ് വിതൗട്ട് എയർ ടിക്കറ്റ്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. $3500 ബൈ സ്മാർട്ട് കോൺട്രാക്റ്റിലും $10500 ബൈ മാർക്കറ്റ് പ്ലേസിലും. അപ്പോ ഏകദേശം $14,000 ടേൺ ഓവർ. ആ ടേൺ ഓവർ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഒരു മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. അതായത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള പൂൾ പോയിന്റ് നേടാൻ പറ്റുന്ന ഒരു ട്രേഡ് നിങ്ങൾ കാഴ്ചവെക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലക്കി ഡ്രോ സെലക്ഷൻ ഇല്ലാതെ തന്നെ ഈ ട്രിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഈ മെയ് മാസം പൂൾ പോയിന്റ് ആയിട്ട് നേടിയ ആളുകൾ $200, $216, $225, $300, $528 വരെ നേടിയ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. $21, $30, $12, $6 നേടിയ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. സോ എന്താണ് ഈ സിസ്റ്റത്തിൽ ചെയ്യേണ്ട ട്രേഡ്? അത് മനസ്സിലാക്കിയാൽ ഓരോ ട്രേഡിൽ നിന്നും ലാഭം എടുക്കുക 30% വീതം. ഈ ലാഭം എടുക്കുമ്പോഴെല്ലാം സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്. ആ സർവീസ് ചാർജ് കൊടുക്കുമ്പോഴെല്ലാം നമുക്ക് പോയിന്റ് കിട്ടാനുള്ള സംവിധാനവുമുണ്ട്. ആ പോയിന്റിലുള്ള ഒരു വരുമാനം നമുക്ക് തിരിച്ചുണ്ടാക്കിയെടുക്കാം. ഇതുവരെ നമുക്ക് പരിചയമുള്ള ഒരു മാർക്കറ്റ് പ്ലേസിലും ഇത്തരം സംവിധാനങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഏത് മാർക്കറ്റ് പ്ലേസിൽ പോയാലും ന്യൂസ് നോക്കി, ട്രെൻഡ് നോക്കി, പല ആംഗിളുകൾ വീക്ഷിച്ചുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കും. ആ ട്രേഡ് ലാഭത്തിലാകാം, നഷ്ടത്തിലാകാം. ഒരു മാസത്തിൽ $10 ലക്ഷം ടേൺ ഓവർ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഈ ടേൺ ഓവറിൽ നിന്നെല്ലാം ഏതെല്ലാം ട്രേഡിൽ നമുക്ക് ലാഭമുണ്ടോ ആ ലാഭം നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ ഓരോ ട്രാൻസാക്ഷൻ എടുക്കുമ്പോഴും സർവീസ് ചാർജ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. ഒരു പ്ലാറ്റ്ഫോമും ഇതുവരെ ഒരു വരുമാനം നമുക്ക് ഓഫർ ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുമ്പോൾ ആ ട്രേഡിലൂടെ നമ്മൾ നേടുന്ന പോയിന്റിനെ ബേസ് ചെയ്ത് ഒരു മന്ത്ലി സാലറി പോലെ ഇൻകം നേടാൻ പറ്റുന്ന അവസരം, അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉപയോഗിച്ചാൽ ഈ മാസം, ജൂൺ മാസം വലിയൊരു ട്രെൻഡിനുള്ള അവസരമാണ്. ആ ട്രെൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ ഇത്തരമൊരു ട്രെൻഡിന് പറ്റുന്ന ആൾക്കാർ നമ്മൾ ടീമിലുണ്ടെങ്കിലോ അവരെല്ലാം അതിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാകും. അത്തരത്തിൽ വന്നാൽ ഓരോ രജിസ്ട്രേഷനിൽ നിന്നും നമുക്ക് എമൗണ്ട് ഉണ്ട്. ഓരോ ആളുകൾ ടോവയിൽ നിന്ന് വാങ്ങുമ്പോൾ, സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കമ്മീഷൻ വരുന്നുണ്ട്. ഓരോ ആളുകളും മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുമ്പോൾ നമുക്ക് കമ്മീഷൻ വരുന്നുണ്ട്. അതിനൊരു പെർസെന്റേജ് ഉണ്ട്. ആദ്യത്തെ 10 ലെവലിലേക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങുമ്പോൾ 34% സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ലെവലിൽ 15%, സെക്കൻഡ് ലെവലിൽ 4.5%, 3, 4, 5 ലെവലിൽ 3% വീതമാണ്, 6, 7, 8 ലെവലിൽ 1.5% വീതമാണ്, 9, 10 ലെവലിൽ 0.75% ആണ്. ഇത്തരത്തിൽ വരുമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സിസ്റ്റം അതിനുവേണ്ടി ഒരു ഫണ്ട് അലോട്ട് ചെയ്ത് വച്ചിരിക്കുന്നു. അതോടൊപ്പം ഇൻഫിനിറ്റ് ലെവലിൽ നിന്ന് റാങ്ക് ബോണസ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. 16% ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. സോ 50.5% ഉപയോഗിച്ച് ടോവ സ്മാർട്ട് കോൺട്രാക്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഇനി രജിസ്ട്രേഷനിലേക്ക് വരുമ്പോഴോ അവിടെയും 23% ഫസ്റ്റ് ലെവലിലേക്കും 16% റാങ്കിലേക്കും 39% ഉപയോഗിച്ച് അവിടെയും മാനേജ് ചെയ്യപ്പെടുന്നു. മാർക്കറ്റ് പ്ലേസിലേക്ക് വരുമ്പോഴോ അവിടെ സെല്ല് നടക്കുമ്പോൾ കൊടുക്കുന്ന ഫീസ്, ആ ഫീസിനെ ബേസ് ചെയ്തുകൊണ്ട് 23% 10 ലെവലിലേക്കും റാങ്ക് ബോണസ് 16% മാറ്റിവെക്കുന്നു. വളരെ സിമ്പിളായ ഒരു കാൽക്കുലേഷനിലൂടെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ സിസ്റ്റം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എക്കാലവും കൊടുക്കാൻ പറ്റുന്ന, അൺലിമിറ്റഡ് ലെവലിൽ നിന്ന്, ഇൻഫിനിറ്റ് ലെവലിൽ നിന്ന് വരുമാനം കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മാർക്കറ്റിംഗ് പ്ലാൻ, യൂണിറ്റ് ലെവൽ പ്ലാൻ. ഈ പ്ലാനിൽ മുന്നോട്ട് പോകുമ്പോൾ സിൽവർ റാങ്ക് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ
നമുക്ക് 4% എക്സ്ട്രാ ഇൻകമാണ് എല്ലാ ലെവലിലും കൂടുന്നത്. ഒപ്പം അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 4% കിട്ടാനുള്ള സംവിധാനവും വർദ്ധിക്കുന്നു. സിൽവർ റാങ്കിലേക്ക് നമ്മൾ എത്തി. നമ്മൾ ടീമിൽ സിൽവേഴ്സ് വരുമ്പോൾ നമ്മൾ ഗോൾഡ് റാങ്കിലേക്ക് എത്തും. സിസ്റ്റം പറയുന്നു 5 ഡിഫറെന്റ് ലെഗുകൾ നമുക്ക് വേണം. അതിൽ ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒപ്പം $25,000 ബിസിനസ് ടേൺ ഓവർ ഉണ്ടാക്കുന്നു. നമുക്ക് ഗോൾഡ് റാങ്കിലേക്ക് എത്താം. 8% അൺലിമിറ്റഡ് ലെവലിലേക്ക് മാറും. അതായത് ഫസ്റ്റ് ലെവലിൽ 10 എന്നുള്ളത് 18 മാറും, 15 എന്നുള്ളത് 23 മാറും. 11ാമത്തെ ലെവൽ മുതൽ ഏത് ലെവലിലും 8% ഇൻകം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. 2 സിൽവർ ലെഗ് ഉണ്ട്. ആ ലെഗിൽ 4% സിൽവർക്കും 4% ഗോൾഡിനുമായിരിക്കും. കാരണം ഗ്യാപ് കമ്മീഷനാണ് ഈ സിസ്റ്റം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ഡെപ്തിലും ഇൻകം കൊടുക്കാൻ ഈ സിസ്റ്റത്തിന് സാധിക്കും. എമറാൾഡ് ലെഗിലേക്ക് വരുമ്പോൾ $1 ലക്ഷം ബിസിനസ് ടേൺ ഓവറും 2 ഗോൾഡ് റാങ്കും 12% നമ്മുടെ ഇൻകം മാറും. ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോൾ $5 ലക്ഷം ബിസിനസ് വോളിയവും 2 എമറാൾഡ് റാങ്കും 16% അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറും. സോ ഒരു ഡയമണ്ട് ലീഡർ അദ്ദേഹത്തിന്റെ ടീമിൽ 2 എമറാൾഡ് മസ്റ്റായിട്ട് ഉണ്ടാകും. ആ എമറാൾഡിന്റെ ഗ്രൂപ്പിൽ 2 ഗോൾഡുകൾ വീതം 4 ഗോൾഡുകൾ ഉറപ്പായിട്ട് ഉണ്ടാകും. ഓരോ ഗോൾഡിന്റെയും ഗ്രൂപ്പിൽ ഈ 2 സിൽവർ ഉള്ളത് കൊണ്ട് 8 സിൽവറുകൾ ഉറപ്പായിട്ട് ഉണ്ടാകും. സോ അത്തരത്തിലുള്ള സ്ട്രക്ചറിൽ നമ്മൾ നോക്കിയാൽ ആ സിൽവറിന്റെ നാട് നിൽക്കുന്ന ബിസിനസ്സിൽ നിന്ന് സിൽവർക്ക് 4%, ഗോൾഡിന് 4%, എമറാൾഡിന് 4%, ഡയമണ്ടിന് 4%. ഇത്തരത്തിൽ റാങ്ക് ഒന്നുമില്ലാത്ത ലെഗാണെങ്കിലോ ഡയറക്റ്റ് 16%, ഡയമണ്ടിന് നേരിട്ട്. അപ്പൊ ഒരു ഗോൾഡ് ലെഗ് ആണെങ്കിലോ 8% ഗോൾഡിന്, ബാക്കി 8% ഡയമണ്ടിന്. അപ്പൊ സിൽവർ മാത്രമുള്ള ലെഗ് ആണെങ്കിലോ 4% സിൽവർക്ക്, ബാക്കി 12% ഡയമണ്ടിന്. അപ്പൊ എമറാൾഡ് ലെഗിലാണെങ്കിലോ അവിടെ 12% എമറാൾഡിന്, 4% ഡയമണ്ടിന്. സോ വളരെ ബ്രില്യന്റ് ആയിട്ട് ഈ സിസ്റ്റത്തിന്റെ കാൽക്കുലേഷൻ നമ്മൾ മുന്നോട്ടിൽ വെച്ചിരിക്കുന്നു. അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്യാൻ ടെതറോസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സാധിക്കും. ഇതുവരെ ലോകത്ത് ഏതെല്ലാം പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രയാണം ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ, അതിലൂടെ നമ്മൾ ആർജിച്ച പല അറിവിനെയും ഡിലീറ്റ് ചെയ്തുകൊണ്ട് വുഡ ടെക്നോളജി മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണെന്നും ഈ ആശയത്തിന് ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള പ്രസക്തി എന്താണെന്നും വുഡ സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്താണെന്നും വുഡ ടെക്നോളജി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് tetherOcean.com എന്ന വെബ്സൈറ്റിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം the universe will discuss Vuda technology in future. The universe will discuss Vuda technology in future. ലോകം മുഴുവൻ ഈ ടെക്നോളജി സംസാരിക്കും. ഈ ടെക്നോളജി ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് സംസാരിക്കും. ലോകത്ത് പല ഡിസ്ട്രപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പല മേഖലകളെ കുറിച്ചും അതിന്റെ ഡെവലപ്പേഴ്സിനെ കുറിച്ച് ലോകം സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ വുഡ ടെക്നോളജിയുടെ ഉപജ്ഞാതാക്കളെ കുറിച്ചും ലോകം സംസാരിക്കും. ആ ടെക്നോളജിയുടെ വാക്താക്കളെ കുറിച്ചും സംസാരിക്കും. നമുക്ക് ടെക്നോളജിയുടെ വാക്താക്കളായിട്ട് മാറാം. ലോകത്ത് വിമാനം കണ്ടുപിടിച്ച റൈറ്റ് ബ്രദേഴ്സ് ഇന്നും നമ്മൾ സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷെ റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിച്ച വിമാനം അതേ രൂപത്തിലല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത് മാത്രം. വുഡ ടെക്നോളജിയുടെ ബേസ് പ്ലാറ്റ്ഫോമായ ടെതറോസിൽ നിന്ന് ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് വന്നപ്പോ വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിച്ചു. ഇനിയും 4 ആഡ് ഓൺ പ്രൊജക്ടുകൾ സിസ്റ്റത്തിൽ വരാനുണ്ട്. അടുത്ത ആഡ് ഓൺ പ്രൊജക്ട് വരാൻ പോകുന്നത് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടുമ്പോഴാണ്. ഒരു 10 രാജ്യത്തിലെങ്കിലും കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും അടുത്ത ആഡ് ഓൺ പ്രൊജക്ട് സിസ്റ്റത്തിലേക്ക് കടന്നു വരും. അപ്പോഴും ഗ്രോത്തിന്റെ സ്പീഡ് കൂടുകയുള്ളൂ. സോ ട്രെൻഡായി മാറാൻ പോകുന്ന ഈ ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കാൻ, ഏറ്റെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ ഞാൻ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമുക്ക് ഇനി അല്പം ഓപ്പൺ ഡിസ്കഷനിലേക്ക് കടക്കാം. താങ്ക് യു.